ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ 10ാം ക്ലാസ് ഹിന്ദി ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ബീർ ബഹൂട്ടിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ബീർ ബഹൂട്ടി എന്നത് ഒരു കഥയാണ്. ഇത് എഴുതിയിരിക്കുന്നത് പ്രഭാത് എന്ന കഥാകൃത്താണ്. കഥാകൃത്തിനെ കൂടാതെ അദ്ദേഹം ഒരു കവി കൂടിയാണ്. അദ്ദേഹം ജനിച്ചത് രാജസ്ഥാനിലെ കരൗലി എന്ന സ്ഥലത്ത് 1972 ബീർ ബഹൂട്ടി എന്നത് മഴക്കാലത്തിന് ശേഷം വയലുകളിൽ കാണപ്പെടുന്ന ചുവന്ന നിറമുള്ള ഒരുതരം ചെറു പ്രാണികളാണ്. വയലുകളിൽ കാണപ്പെടുന്ന ഈ പ്രാണികളെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ്. ഈ കഥയിൽ ഒരുമിച്ച് കളിക്കുകയും ഒരുമിച്ച് സ്കൂളിൽ പോവുകയും ചെയ്യുന്ന 2 കുട്ടികളെ പറ്റിയാണ് പറയുന്നത്. അവരുടെ പേരാണ് സാഹിലും ബേലയും. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വേർപിരിയേണ്ടി വരുന്ന അവരുടെ നിഷ്കളങ്ക സ്നേഹത്തിനെ പറ്റി, അതായത് അവരുടെ നിഷ്കളങ്ക സുഹൃത്ത് ബന്ധത്തെ പറ്റിയാണ് പ്രഭാത് എന്ന കഥാകൃത്ത് ഈ പാഠഭാഗത്തിൽ വർണ്ണിക്കുന്നത്. നമുക്കിനി പാഠഭാഗത്തേക്ക് കടക്കാം. ആദ്യത്തെ പാരഗ്രാഫിൽ കഥ നടക്കുന്ന അറ്റ്മോസ്ഫിയറിനെ പറ്റിയാണ് പറയുന്നത്. ബാദൽ ബഹുത് ബരസ് ലിയേ थे, നന്നായി മഴ പെയ്തിരുന്നു. ഫിർ ഭി ബഹുത് സാരാ പാനി ഉൻമേം ബച്ചാ ഹുവാ ഥാ, എങ്കിലും വളരെയധികം വെള്ളം ഉൻമേം ബച്ചാ ഹുവാ ഥാ. ഉൻമേം എന്നിവിടെ പറയുന്നത് മേഘങ്ങളെയാണ്. അവിടെ മേഘങ്ങളിൽ അവശേഷിച്ചിരുന്നു. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ഛായേ ഹുയേ थे, വേ എന്ന് പറയുന്നതും ഇവിടെ മേഘങ്ങളെ പറ്റിയാണ്. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ഛായേ ഹുയേ थे, ഈ മേഘങ്ങൾ പാടങ്ങളുടെയും കാടുകളുടെയും മുകളിൽ ഛായേ ഹുയേ थे വ്യാപിച്ചിരുന്നു. സാരാ ആകാശ് മേഘോം സേ ഭരാ ഥാ, മുഴുവൻ ആകാശവും മേഘോം സേ ഭരാ ഥാ മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. മേഘോം കി ഛായാവോ മേം ഗീലി ഹവായേം ഇധർ ഉധർ ഘൂം രഹി ഥി, മേഘോം കി ഛായാവോ മേം ഗീലി ഹവായേം ഇധർ ഉധർ ഘൂം രഹി ഥി, മേഘങ്ങളുടെ നിഴലുകളിൽ നിന്ന് ഗീലി ഹവായേം നനവുള്ള കാറ്റ്, തണുപ്പുള്ള കാറ്റ്, ഇധർ ഉധർ ഘൂം രഹി ഥി അവിടെ ഇവിടെയായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. ഘൂംന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക, അതായത് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പേടോം കെ തനെ അബീബി ഗീലേ ഥേ, മരത്തിൻ്റെ തായ്തടികൾ അബീബി ഗീലേ ഥേ ഇപ്പോഴും നനഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതായത് മഴയെല്ലാം കഴിഞ്ഞുവെങ്കിലും മരത്തിൻ്റെ തായ്തടികളിൽ നനവുണ്ടായിരുന്നു. മൂങ്ക് ഫലിയോം കെ ഹരേ ഖേത്തോമേം പീലെ ഫൂൽ അബീബി ഗീലേ ഥേ, മൂങ്ക് ഫലി എന്ന് പറയുന്നത് നിലക്കടലയാണ്. പച്ചപ്പ് നിറഞ്ഞ നിലക്കടല തോട്ടങ്ങളിലെ മഞ്ഞപ്പൂക്കളിൽ ഇപ്പോഴും നനവുണ്ടായിരുന്നു. ഖേത്തോമേം ചോട്ടാ ചോട്ടാ ബാജറ ഉഗാ ഥാ, ബാജറ എന്ന് പറഞ്ഞാൽ ഒരുതരം ധാന്യമാണ്. പാടങ്ങളിൽ ചെറിയ ചെറിയ ബാജറ തൈകൾ മുളച്ചു പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. ബാജറേ കെ ലംബേ പത്തലെ പാത്തോമേം പാനി കി ബൂന്തേം അട്കി ഹുയി ഥി, ഈ ബാജറയുടെ ലംബേ പത്തലെ പാത്തോമേം നീളമുള്ള കനം കുറഞ്ഞ പാത്തോമേം ഇലകളിൽ പാനി കി ബൂന്തേം വെള്ളത്തുള്ളികൾ അട്കി ഹുയി ഥി അതായത് പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ബാരിഷ് കി ഹവാ മേം ഗീലെ ഖേത്തോം ഔർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഖുലി ഹുയി ഥി, മഴക്കാലത്തെ കാറ്റിൽ നനഞ്ഞ വയലുകളുടെയും മഴക്കാല പച്ചപ്പിൻ്റെയും മണം നിറഞ്ഞിരുന്നു. ഉന്നേം ബീർ ബഹൂട്ടിയോം സെ മിൽനാ ഹോത്താ ഥാ, ഉന്നേം എന്നിവിടെ പറയുന്നത് സാഹിലിനെയും ബേലയെയും പറ്റിയാണ്. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണമെന്നുണ്ടായിരുന്നു. സോ വേ സ്കൂൾ കെ ലിയേ ഘർ സെ കുച്ച് സമയ് പഹലെ നിക്കൽ ആത്തേ ഥേ, അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കുറച്ച് നേരത്തെ ഇറങ്ങി പുറപ്പെട്ടു. കസ്ബേ സെ സട്ടെ ഇൻ ഖേത്തോമേം ബീർ ബഹൂട്ടിയാം ഖോജാ കർത്തേ ഥേ, കസ്ബ എന്ന് പറഞ്ഞ ചെറിയ പട്ടണമാണ്. ആ ചെറു പട്ടണത്തിനോട് ചേർന്നുള്ള ഈ വയലുകളിൽ ബീർ ബഹൂട്ടികളെ അവർ തിരയാറുണ്ടായിരുന്നു. ഖോജാ കർണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുക, അന്വേഷിക്കുക. സുർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയ, അതായത് ചുവന്ന നിറത്തിലുള്ള സോഫ്റ്റായ നല്ല ഭംഗിയുള്ള ബീർ ബഹൂട്ടികൾ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം, ഇവിടെ ഈ ബീർ ബഹൂട്ടിക്ക് പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങളാണ് ഇവയെല്ലാം. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം, മണ്ണിൽ ചുറ്റിക്കറങ്ങുന്ന രക്തത്തുള്ളികളെ പോലെയാണ് ബീർ ബഹൂട്ടിയെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഉൻകെ ബസ്തേ ഉൻകി പീഠ് പർ ലദേ ഹോത്തേ ഥേ കന്തോം പർ ടംഗേ ഹോത്തേ ഥേ, അവരുടെ ബാഗുകൾ അവർ പുറത്തോട് ചേർത്ത് തോളിൽ തൂക്കിയിരുന്നു. അത് ആ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവർ 2 പേരും ബാഗ് അവരുടെ തോളിനോട് ചേർത്ത് തൂക്കിയിട്ടിരിക്കുന്നത്. വേ ഏക് ദൂസരേ കെ ബഹുത് നസ്ദീക് രഹ്കർ ബൽക്കി കഹ്നാ ചാഹിയേ
ബിൽക്കുൽ സട്കർ ബീർ ബഹൂട്ടിയാം ഖോജ്തേ അവർ വളരെയധികം അടുത്തിരുന്ന്, രണ്ടുപേരും വളരെയധികം പരസ്പരം അടുത്തിരുന്ന് ചേർന്നിരുന്നു കൊണ്ട് ഈ പ്രാണികളെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. അവയെ കാണാൻ വേണ്ടി അവർ പതിവായിട്ട് ഈ മഴയുടെ ഗന്ധം നിറഞ്ഞ തവിട്ട് നിറമുള്ള മണ്ണിൽ ഇരിക്കുമായിരുന്നു. ബേല ദേഖോ ഇസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹെ സാഹിലിനെ കഹ. സാഹിൽ ബേലയോട് പറയാണ്, ബേല ദേഖോ, ബേല നോക്കൂ, ഇസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹെ. ഈ ബീർബഹൂട്ടികളുടെ നിറം നിന്റെ റിബണെ പോലെ ചുവപ്പ് കളറാണ്. സാഹിൽ ബേലയോട് ചോദിക്കുകയാണ്, തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? ഹാ സുന, പഹലി ഖണ്ഡി ലഗ് ഗയി ഹെ. ആ കേട്ടു, ആദ്യത്തെ ബെല്ലടിച്ചു. ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഭി ഭർവാനി ഹെ ദുകാൻ സെ. പക്ഷേ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം കടയിൽ നിന്ന്. ഇനി ബേലയ്ക്കും സാഹിലിനും സ്കൂളിൽ പോകുന്ന വഴി പേനയിൽ മഷി നിറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ പോകുന്ന വഴിയെ പറ്റിയും ആ ടൗണിനെ പറ്റിയുമാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. 1981 का साल, 1981 വർഷം. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിലെ ജയ്പൂരിന് സമീപം എപ്പോഴും യാത്രാവാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും കൊണ്ട് നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ. അവിടെ ഒരു ചെറിയ ജംഗ്ഷൻ ഉണ്ട്, ഫുലേര ജംഗ്ഷൻ. അവിടെ എപ്പോഴും യാത്രാവാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് ഈ ഫുലേര ജംഗ്ഷൻ. അതിനെപ്പറ്റിയാണ് ഇനി ഇവിടെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. കസ്ബേക്കി ലഗ്ഭഗ് സൂനി തങ്ക് ഗരിയാം. ആ ചെറു പട്ടണത്തിൽ ശൂന്യമായതും ഇടുങ്ങിയതുമായ തെരുവുകളാണ് ഉള്ളത്. ഗലിയോമേം ഖാമോഷ് ഘടെ ബിജലിക്കെ ഖംബേ. ഈ തെരുവുകളിൽ നിശബ്ദമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്. ഖംബോങ്കെ ബീച്ച് ഖിഞ്ചി താരോങ്കി കത്താരേം. ഈ ഇലക്ട്രിക് പോസ്റ്റുകളുടെ ഇടയിൽ വലിച്ചു കെട്ടിയ ഇലക്ട്രിക് വയറുകളുണ്ട്. അവയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇൻ ഗലിയോമേൻ ജഹാം തഹാം ദിഖായി പടുത്തെ മീട്ടി ഖണ്ഡിയാം ബജാത്തെ ഫേരി വാലെ. ഈ തെരുവുകളിൽ മധുരമായ ശബ്ദത്തിൽ മണി മുഴക്കിക്കൊണ്ട് സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. ഫേരി വാല എന്ന് പറഞ്ഞാൽ വഴിയോര കച്ചവടം നടത്തുന്നവർ. അവർ ഈ മണി അടിച്ചുകൊണ്ടാണ് ഈ സാധനങ്ങൾ വിൽക്കാൻ നടക്കുന്നത്. ഏക് അന്തേരീസി ഗലിമേൻ ചെഹ് സാത് ഗന്തോങ്കി ഖുരോങ്കി ടാപ്പോങ്കി ആവാസേം. ഈ തെരുവിൽ 5-6 കഴുതകളുടെ കുളമ്പടി ശബ്ദങ്ങളും കേൾക്കാം. ഖുരോങ്കി ടാപ്പോങ്കി ആവാസേം, അതായത് ഈ കഴുതകളുടെ കുളമ്പടി, ഗദോങ്കി ഖുരോങ്കി ടാപ്പോങ്കി ആവാസേ എന്ന് പറഞ്ഞാൽ ഈ കഴുതകളുടെ കുളമ്പടി ശബ്ദങ്ങളും കേൾക്കാം. ഉൻകെ പീച്ചെ ചൽത്ത ഏക് ബദൻ ഉഖാടെ കുമാർ. അവയ്ക്ക് പിന്നാലെ, അതായത് അവയ്ക്ക് പിന്നാലെ നടന്നു വരുന്ന ഏക് ബദൻ ഉഖാടെ കുമാർ. ബദൻ ഉഖാടെ കുമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുശവൻ. ബദൻ ഉഖാടെ എന്ന് പറഞ്ഞാൽ അർദ്ധനഗ്നനായ ഒരു കുശവനെയും കാണാം. ഇസി ദൃശ്യക്കെ ബീച്ച് സെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബच्चे ബേല ഔർ സാഹിൽ. ഇസി ദൃശ്യക്കെ ബീച്ച് സെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബच्चे ബേല ഔർ സാഹിൽ. അതായത് ഈ ദൃശ്യങ്ങളുടെ ഇടയിലൂടെ കടന്നു വരുന്ന 2 സ്കൂൾ കുട്ടികളാണ് ബേലയും സാഹിലും. ഉൻ ദിനോം പെൻ മേം 5 പൈസേ മേം നീലി സ്യാഹി ഭരി ജാത്തി തി. ആ കാലഘട്ടത്തിൽ, അതായത് ആ ദിവസങ്ങളിൽ പേനയിൽ 5 പൈസയ്ക്ക് നീലമഷി നിറച്ച് കിട്ടുമായിരുന്നു. സ്റ്റേഷനറിക്ക് ദുകാൻ വാലെ ഡ്രോപ്പർ സെ പെൻ മേം സ്യാഹി ഭർത്തേ തെ. സ്റ്റേഷനറി കച്ചവടക്കാർ ഡ്രോപ്പർ കൊണ്ട് പേനയിൽ മഷി നിറച്ചു കൊടുക്കുമായിരുന്നു. ബേലയും സാഹിലും പേനയിൽ മഷി നിറയ്ക്കാനായി കടയിലെത്തിയതിനു ശേഷമുള്ള സംഭാഷണമാണ് അടുത്ത പാരഗ്രാഫിൽ വരുന്നത്. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. पेन में कुछ स्याही बची थी. പേനയിൽ കുറച്ച് മഷി ബച്ചീതി എന്ന് പറഞ്ഞാൽ ബാക്കി ഉണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ. അത് സാഹില് നിലത്തേക്ക് ചിടക് ദിയ എന്ന് പറഞ്ഞാൽ കുടഞ്ഞു കളഞ്ഞു, അതായത് പേനയിലെ മഷി കളഞ്ഞു. നൈ സ്യാഹി ഭർവാനെ കേലിയ ദോനോ ദുകാൻ പർ പഹുഞ്ചെ. പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കടയിലെത്തി.
एक पेन स्याही भर दो साहिल से पहले ही बेला ने दुकान वाले से कहा. ഒരു പേന മഷി നിറച്ചു തരൂ, സാഹിലിന് മുമ്പ് കയറി ബേല കടക്കാരനോട് അങ്ങനെ പറഞ്ഞു. ബേട്ട സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ അബ് തോ കൽ ഹി മിൽ പായേഗി. മോനെ, മഷിക്കുപ്പി ഇപ്പോൾ കാലി ആയതേ ഉള്ളൂ, ഇനി നാളെ കിട്ടുകയുള്ളൂ എന്ന് കടക്കാരൻ സാഹിലിനോട് പറഞ്ഞു. ലേക്കിൻ ഇസ്നെ തോ പെൻമേൻ ജോ സ്യാഹി ദി ഉസേ ഭി ജമീൻ പർ ചിടക് ദിയ, ബേല ബോലി. അപ്പോൾ ബേല പറയാണ്, പക്ഷേ ഇവൻ പേനയിലുണ്ടായിരുന്ന മഷി നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. ബാദൽ കോ ദേഖ് കർ ഖഡേ കോ നഹി ഡുലാന ചാഹിയേ, മേഘം കണ്ടുകൊണ്ട് കുടത്തിലെ വെള്ളം ചെരിച്ചു കളയരുത്. ദൂക്കാൻ വാലെ ഭയ്യാനെ കഹ, ഇങ്ങനെ ദൂക്കാൻ വാല അതായത് കടക്കാരൻ പറഞ്ഞിട്ട് പൂച്ച അവരോട് ചോദിക്കുകയാണ്, കോൻ സീമേം പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബാദൽ കോ ദേഖ് കർ ഖഡേ കോ നഹി ഡുലാന ചാഹിയേ എന്ന് പറയുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഈ ഭാഗത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ പറയുന്നത് മേഘത്തെ കണ്ടിട്ട് കുടത്തിലുള്ള വെള്ളം കളയരുത്, അതായത് നമുക്ക് ഒരു ഉറപ്പില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ളത് കളയരുത് എന്നാണ് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദുക്കാൻദാർ അതായത് കച്ചവടക്കാരൻ കോൻസീമേം പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പാഞ്ച്വീമേം സാഹിലിനെ ഏസെ ബുരേ മനസെ ബത്തായ ജേസെ പാഞ്ച്വീമേം പഠന പാപ് ഹോ. അപ്പോൾ സാഹില് വളരെയധികം ദുഃഖത്തോടെയാണ് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറയുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപമാണ് എന്നുള്ള വിധത്തിൽ ഒരു വളരെയധികം ദുഃഖത്തോടെയാണ് സാഹിലൂടെ മറുപടി പറയുന്നത്. അതായത് ഇവിടെ ഇതിൻ്റെ കാരണം, അതായത് ഈ സാഹിൽ ദുഃഖത്തോടെ ഇത് പറയാനുള്ളതിൻ്റെ കാരണം നമുക്ക് ഈ കഥ കുറച്ച് ഭാഗം കേൾക്കുമ്പോൾ മാത്രമേ ക്ലിയർ ആവുകയുള്ളൂ. ഇവിടെ എന്താണ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കുട്ടി വളരെ ദുഃഖത്തോടെയാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്ന് പറയുന്നത് മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. പക്ഷേ ഇത് കൂടുതൽ ക്ലിയർ ആവണമെങ്കിൽ ഈ കഥ കുറച്ചുകൂടി പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ദോനോം ദുഖാൻ വാലെ ഭയ്യാനെ കഹ, രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നതെന്ന് ദുക്കാൻദാർ ചോദിക്കും. ഹം ദോനോം ഔർ ഹം ദോനോം കാ സെക്ഷൻ ഭി ഏക് ഹി ഹെ എ, ബേല നെ ऐसे खुश होकर बताया जैसे कोई बहुत बड़ी बात हो. ബേല ഇത് വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ്, സെക്ഷനും ഒന്ന് തന്നെയാണ്, എ എന്ന സെക്ഷനിലാണ് ഞങ്ങൾ പഠിക്കുന്നതെന്ന് ബേല വളരെയധികം സന്തോഷത്തോടെ ദുക്കാൻദാറിനോട് അതായത് കടക്കാരനോട് മറുപടി പറഞ്ഞു. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे, ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേ കാം കർത്തേ थे, അതായത് ഒരു ബുക്കിൽ എഴുതുകയാണെങ്കിൽ ഒരു കോപ്പി എഴുതുകയാണെങ്കിൽ പോലും രണ്ടുപേരും എഴുതും, അതായത് അവരെന്ത് ചെയ്യുകയാണെങ്കിലും രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ, അതായത് പുസ്തകം വായിക്കുകയാണെങ്കിലും രണ്ടുപേരും വായിക്കും. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ, മാത്രമല്ല ഒരു പാഠം വായിക്കുകയാണെങ്കിലും ഒരേ പാഠം തന്നെ അവർ രണ്ടുപേരും വായിക്കും. സാഹിൽ ചമക് ഉടി സൻ 57 में वह तलवार पुरानी थी पढ़ता तो बेला भी चमक उड़ी सन 57 में वह तलवार पुरानी थी पढ़ती थी. സാഹില് 57-ൽ തിളങ്ങിയിരുന്ന ആ വാൾ പഴയതായിരുന്നു എന്ന് സാഹിൽ വായിച്ചാൽ ബേലയും അത് തന്നെ വായിക്കുമായിരുന്നു. ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാവും, ബേല പറയും ചേച്ചി വെള്ളം കുടിക്കാൻ പോകട്ടെ. സാഹിൽ ബി കഹത്ത, അപ്പോൾ സാഹിൽ അത് ഏറ്റു പറയുന്നത് പോലെ സാഹിൽ പറയും ബഹൻജി പാനി പീനെ ചലാ ജാവും, ചേച്ചി വെള്ളം കുടിക്കാൻ പോകട്ടെ. ഗണിത് കെ മാഡ് സാബ് സുരേന്ദർ ജി കാ പീരീഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആത്താ താ, കണക്കിൻ്റെ മാസ്റ്റർ സുരേന്ദർ സാറിൻ്റെ പീരീഡ് ഡ്രിൽ പീരീഡിന് ശേഷമായിരുന്നു. അതായത് ഡ്രിൽ പീരീഡ് എന്ന് പറഞ്ഞാൽ PT പീരീഡിന് ശേഷമാണ് കണക്കിൻ്റെ മാസ്റ്റർ സുരേന്ദർ സാറിൻ്റെ പീരീഡ്. बच्चे उनसे कामते थे और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. ബച്ചെ ഉൻസെ കാംതേ തെ, കാമിന എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, അതായത് കുട്ടികൾ ഇദ്ദേഹത്തിനെ പേടിച്ചിരുന്നു, കണക്കിൻ്റെ സാറിനെ കുട്ടികൾക്ക് പേടിയായിരുന്നു. അവർ ഖേൽ ഖണ്ഡി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പഹലെ ഹി അപ്പനി അപ്പനി ജഗഹോം പർ ആക്കർ ബൈഠ് ജാത്തേ തെ. ഡ്രിൽ പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികൾ തങ്ങളുടെ സീറ്റുകളിൽ വന്നിരിക്കുമായിരുന്നു. അതായത് ഡ്രിൽ പീരീഡ് PT പീരീഡിന് പോയാൽ കുട്ടികൾ അതിൻ്റെ ബെല്ലടിക്കുന്നതിന് 2 മിനിറ്റ് ഡ്രിൽ പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികൾ ക്ലാസ്സിൽ കയറി ഇരിക്കുമായിരുന്നു.
സുരേന്ദർ ജി മാഡ് സാബ് ഇസി പീരീഡ് മേ കോപ്പി ജാഞ്ചത്തെ थे. അതായത് ഇന്നത്തെ പീരീഡിൽ കണക്കിന്റെ മാസ്റ്ററായ സുരേന്ദർ സാർ ബുക്ക് പരിശോധിക്കുമായിരുന്നു. ജറാസി ഗൽത്തി പർ ബച്ചോം കോ ഇധർ ഉധർ ഭേങ്ക് ദേത്തെ थे യാ ചാപ്പട്ട് മാർനെ ലഗത്തെ थे. എന്തെങ്കിലും ചെറിയ തെറ്റുകൾ കണ്ടാൽ ഈ കണക്കിന്റെ മാസ്റ്ററായ സുരേന്ദർ സാർ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റുമായിരുന്നു, അല്ലെങ്കിൽ അടിക്കുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഭൂൽ ജാത്താ ഥാ. അതായത് അദ്ദേഹം തല്ലാൻ തുടങ്ങിയാൽ നിർത്താൻ മറന്നു പോകുമായിരുന്നു. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ കണക്കിന്റെ മാസ്റ്ററെ പേടിയായിരുന്നു എന്ന് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഏക് ദിൻ സുരേന്ദർ ജി മാഡ് സാബിനെ ബേല കെ ബാലോ മേ പഞ്ചാബ് ഹസായ. ഒരു ദിവസം സുരേന്ദർ ജി, മാത്സിന്റെ സാറായ സുരേന്ദർ സാർ ബേലയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. പഞ്ചാബ് ഹസായ എന്ന് പറഞ്ഞാൽ മുടിയിൽ പിടിച്ച് വലിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. പക്ഷേ ഏത് തെറ്റ് കണ്ടിട്ടാണോ അവളുടെ മുടി പിടിച്ചു വലിച്ചത് അതൊരു തെറ്റേ ആയിരുന്നില്ല. ഉന്നോനെ ബേലാക്കോ ചോട് ദിയ. ചോട് ദിയ എന്ന് പറഞ്ഞാൽ ചോടന എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുകയാണ് ഇവിടെ ഇതിന്റെ അർത്ഥം വരുന്നത്. അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായപ്പോൾ അവളുടെ തലയിൽ നിന്നുള്ള പിടി വിട്ടു. ബേല കെ ഭയഭീത് ചേഹരെ കോ ദേഖ്കർ സാഹിൽ ബുരി തരഹ ഡർ ഗയാ ഥാ. ബേലയുടെ ഈ ഭയഭീത് ചേഹര എന്ന് പറഞ്ഞാൽ പേടിച്ച് വിറച്ച മുഖം കണ്ടിട്ട് സാഹിലും വല്ലാതെ പേടിച്ചു പോയിരുന്നു. ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അഭി ഭി കാംബ് രഹേ ഥേ. ബേലയുടെ കാലുകൾ ഇപ്പോഴും വിറയ്ക്കുന്നത് സാഹിൽ കണ്ടു. ജയ്സെ വഹ് ഖഡേ ഖഡേ അഭി ഗിർ ജായേഗി. ആ നിന്ന നിൽപ്പിൽ അവൾ വീണു പോകുമോ എന്ന് പോലും സാഹില് പേടിച്ചുപോയി. सुंदर जी माड साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा बैठ अपनी जगह पर. ഈ സുരേന്ദർ സാറ് ബേലയുടെ കോപ്പി ബേല ഇരിക്കുന്ന സീറ്റിലേക്ക് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞു बैठ अपनी जगह पर. പോയി നിന്റെ സീറ്റിലിരിക്കൂ. ബേല का मन बहुत खराब हो गया. ബേലയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. മാഡ് സാബ് ചാഹെ മുझे പീഡ് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. മാസ്റ്റർ വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ, പക്ഷെ അത് സാഹിലിന്റെ മുന്നിൽ വച്ച് വേണ്ടായിരുന്നു. വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മഹസൂസ് കർ രഹി थी क्योंकि वह जानती थी कि वह साहिल की नजर में बहुत अच्छी है. സാഹിലിന്റെ നോട്ടത്തിൽ താൻ വളരെ നല്ല കുട്ടിയാണെന്ന് അറിയാമായിരുന്നത് കൊണ്ടാണ് അവൾക്ക് ഇപ്പോൾ സാഹിലിന്റെ മുന്നിൽ നാണക്കേട് അനുഭവപ്പെട്ടത്. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. അവൾ സാഹിലിന്റെ അടുത്ത് ചെന്നിരുന്നപ്പോൾ അവൾക്ക് അവനെ നോക്കാൻ തോന്നിയതേയില്ല. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ കാണുന്നത് ദീപാവലിയുടെ അവധിക്ക് ശേഷം കുട്ടികൾ സ്കൂളിൽ തിരിച്ചു വരുന്ന വിശേഷങ്ങളാണ്. ദീപാവലിക്ക് छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद पट्टी बांधी थी. ദീപാവലിയുടെ അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ ബേലയുടെ തലയിൽ വെളുത്ത ഒരു ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു. कोई उसे होई है होई सफेद पट्टी कह रहा था तो कोई सुल्ताना डाकू तो कोई कुछ और कहकर चिढ़ा रहा था. ചില കുട്ടികൾ വെള്ള ബാൻഡേജുകാരി എന്നും വേറെ ചില കുട്ടികൾ കൊള്ളക്കാരൻ സുൽത്താന എന്നും മറ്റു ചിലർ മറ്റു ചിലതും വിളിച്ച് അവളെ കളിയാക്കി. ये क्या हो गया बेला. സാഹിൽ ने परेशान होते हुए पूछा. ഇതെന്ത് പറ്റി ബേല എന്ന് പറഞ്ഞ് സാഹിൽ അടുത്തേക്ക് ചെന്ന് സാഹിൽ വളരെയധികം വിഷമത്തോടെ പരിഭ്രമത്തോടെ ചോദിച്ചു. ചത്ത് സെ ഗിർ ഗയി. ബേലാനെ ഹസ്തേ ഹുയേ കഹ ഓർ കഹ. ചത്ത് സെ ഗിർ ഗയി. ചത്ത് എന്ന് പറഞ്ഞാൽ റൂഫ്, മേൽക്കൂര. ഇവിടെ ബേല പറയാണ് ചത്ത് സെ ഗിർ ഗയി, ടെറസിൽ നിന്ന് വീണതാണ്. ബേലാനെ ഹസ്തേ ഹുയേ കഹ, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഓർ കഹ, വീണ്ടും തുടർന്ന് അവൾ പറയുകയാണ് ബഹുത്ത് ദിൻ ഹോ ഗയേ. കുറേ ദിവസങ്ങളായി. ആജ് ഖേൽ ഖണ്ഡി മേൻ ഗാന്ധി ചൗക്ക് മേൽ ലങ്കടി ടാങ്ക് ഖേലേങ്കെ. ഇന്ന് നമുക്ക് ഗാന്ധി ചൗക്കിൽ, അതായത് ഡ്രിൽ പീരീഡ് പോയിട്ട്, ഖേൽ ഖണ്ഡി എന്ന് പറഞ്ഞാൽ PT പീരീഡ്, ഡ്രിൽ പീരീഡിൽ പോയിട്ട് നമുക്ക് ഗാന്ധി ചൗക്കിൽ ലങ്കടി ടാങ്ക് ഖേലേങ്കെ, നമുക്ക് ഒറ്റക്കാലിൽ ചാട്ടം കളിക്കാം. നെഹിം ഖേലേങ്കെ, ഇല്ല കളിക്കില്ല. തേരെ സിർമേ ഫിർസേ ലഗ് ജായേഗി തോ, നിന്റെ തലയിൽ വീണ്ടും മുറിവുണ്ടായാലോ. സാഹിൽ പറയുകയാണ്. നെഹിൽ ലഗേഗി. ബേലാനെ ജിദ് കി. ഇല്ല, മുറിവുണ്ടാകില്ല. ബേലാനെ ജിദ് കി. ബേല ഷാട്ട്യം പിടിച്ചു. ജിദ് കർണ എന്ന് പറഞ്ഞാൽ ഷാട്ട്യം പിടിക്കുക. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेल खंडी लंगड़ी ढांगേലെ. അവരെല്ലാ ദിവസവും പോലെ PT പീരീഡിൽ ഗാന്ധി ചൗക്കിൽ പോയിട്ട് അവിടെ മണലിൽ എല്ലാ കുട്ടികളും കൂടി ഒറ്റക്കാലിൽ ചാട്ടം കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. ഈ കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ മറ്റു സമയത്തേക്കാൾ അധികം
ചിരിക്കുന്നതായി കാണപ്പെട്ടു. അതായത് ഈ കുട്ടികൾ അവിടെ കളിക്കുന്നത് കണ്ടപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമ ഓർ സമയം എന്ന് പറഞ്ഞാൽ മറ്റു സമയത്തേക്കാൾ അധിക് മുസ്കുരാ രഹി ഹോ, കൂടുതൽ ചിരിക്കുന്നതായി കാണപ്പെട്ടു. രവിവാർ കാ ദിൻ ഥാ, അന്നൊരു ഞായറാഴ്ചയായിരുന്നു. സാഹിൽ അപ്പനെ ഘർ മേം നീം കെ പേട് കി ഡാലി പകഡ്കർ ചൂം രഹാ ഥാ. സാഹിൽ അപ്പനെ ഘർ മേം, അവൻ്റെ വീട്ടില്, നീം കെ പേട് കി ഡാലി പകഡ്കർ ചൂം രഹാ ഥാ, തൻ്റെ വീട്ടിലെ വേപ്പ് മരത്തിൻ്റെ ചില്ലയിൽ പിടിച്ച് ആടുകയായിരുന്നു. വഹ് ഏക് സ്റ്റൂൾ പർ ചഡ്കർ ചൂൽത്താ ഥാ, അവൻ ഒരു സ്റ്റൂളിൽ കയറിയാണ് ആടിക്കൊണ്ടിരുന്നത്. അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ടൂട്ടെ സ്റ്റൂൾ കി ഏക് കീൽ സാഹിൽ കി പിണ്ടലി മേൽ ലഗ് ഗയി, പെട്ടെന്ന് ഈ പൊട്ടിയ സ്റ്റൂളിൽ നിന്ന് ഒരു ആണി സാഹിൽ കി പിണ്ടലി മേം, പിണ്ടലി എന്ന് പറഞ്ഞാൽ കാൽമുട്ടിന് താഴെയുള്ള ഭാഗമാണ്, ലഗ് ഗയി അവിടെ കൊണ്ടു, അതായത് തറച്ചു കയറി. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോ ഗയ, 1 ഇഞ്ച് ആഴത്തിലുള്ള, ഗഡ്ഡ ഹോ ഗയ, ഗഡ്ഡ എന്ന് പറഞ്ഞാൽ കുഴിയാണ്, പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് മുറിവുണ്ടായി എന്നാണ്, 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവുണ്ടായി. ഉസെ സർക്കാരി അസ്പതാൽ മേം പട്ടി ബന്ധുവാനെ കേലിയെ ലേ ജായ ഗയ, അവനെ ഒരു സർക്കാർ ആശുപത്രിയിൽ ബാൻഡേജ് ഇടാനായി കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി 2 ലോഗോം കോ ചോഡ്കർ ആകെ ബേല ഖടി ഹെ, അവിടെ ചെന്നപ്പോൾ സാഹിൽ കാണാണ് 2 ആളുകൾക്ക് മുമ്പിലായി, അതായത് 2 പേർക്ക് മുൻപിലായി ബേല നിൽക്കുന്നത് കണ്ടു. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹെ, എന്തിനു വേണ്ടിയാ ബേല അവിടെ വന്നിരിക്കുന്നത്? തലയിൽ ബാൻഡേജ് ഇടുന്നതിന് വേണ്ടി. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. സ്കൂളിൽ വരികയും പോവുകയും ചെയ്യുമ്പോൾ ഒരാളുടെ തലയിലും മറ്റേയാളുടെ കാലിലും കെട്ടുണ്ടായിരുന്ന 2 കുട്ടികളെ ദിവസങ്ങളോളം ക്ലാസ്സിൽ കാണാമായിരുന്നു. സഫേദ് പട്ടിവാലി യേ ദോനോ കഹിം പർ ഭി സാഥ് ഹി ദിഖായി ദേത്തെ, വെള്ള ബാൻഡേജ് ഇട്ട ഈ 2 പേരെയും എവിടെയും ഒന്നിച്ച് കാണാമായിരുന്നു. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവർ ഒന്നിച്ചാണ് ഇരിക്കുന്നത്, ഒന്നിച്ചാണ് കളിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് ചെയ്യുന്നത് എന്ന്. അതാണ് ഇവിടെ പറയുന്നത്. 5वीं कक्षा का रिजल्ट आ गया, 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. ദോനും ഛടി മേം ആ ഗയെ, 2 പേരും 6ാം ക്ലാസ്സിലേക്ക് ആയി. ഈ സ്കൂൾ 5वीं तक ही था, ഈ സ്കൂൾ 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ अब तुम कहाँ पढ़ोगे, ബേലാനെ പൂച്ച, ബേല സാഹിലിനോട് ചോദിക്കുകയാണ്, സാഹിൽ ഇനി നീ എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? ഓ തും കഹാ പഠോഗി ബേല, സാഹിലിനെ പൂച്ച, സാഹിൽ തിരിച്ച് ബേലയോട് ചോദിക്കുകയാണ്, നീ ഇനി എവിടെ പഠിക്കും? മേരെ പാപ്പ കഹ് രഹേ थे कि तुझे രാജകീയ കന്യാ പാഠശാല में പഠായെങ്കെ ഓർ തും, എൻ്റെ പപ്പ പറഞ്ഞത് നിന്നെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുമെന്നാണ്, നീയോ? मुझे अगले साल अजमेर भेज देंगे, वहाँ एक हॉस्टल है, घर से दूर, वहाँ अकेला रहूँगा. എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് അയക്കും, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്, വീട്ടിൽ നിന്ന് ദൂരെയാണ്, അവിടെ ഞാൻ ഒറ്റയ്ക്ക് കഴിയും എന്നാണ് സാഹിൽ പറയുന്നത്. ക്യോം സാഹിൽ, അതെന്താ സാഹിൽ എന്ന് ബേല ചോദിക്കും. പതാ നഹീം ക്യോം, അതെന്താണെന്ന് എനിക്ക് അറിയില്ല. തോ യാനി കി അബ് തും ഫുലേരെ മേം ഹി നഹീ രഹോഗെ, അപ്പോൾ നീ ഇനി ഫുലേരയിൽ കാണില്ലേ? നഹീം തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന. പക്ഷെ ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവർക്ക് 2 പേർക്കും സങ്കടം വന്നു. ഈ വിഷയം മാറ്റാനായിട്ട് സാഹിൽ ബേലയോട് ബേലയുടെ റിപ്പോർട്ട് കാർഡ് ചോദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ और ബേല സാഹിൽ കാ, അവർ പരസ്പരം ബേല സാഹിലിന്റെയും സാഹിൽ ബേലയുടെയും റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരുന്നു. आज आखिरी बारी वे एक दूसरे की कोई चीज को छूकर देख रहे थे, ഇന്ന് അവസാനമായിട്ട് അവർ പരസ്പരം ഒരാൾ മറ്റൊരാളുടെ വസ്തു തൊട്ടു നോക്കിക്കൊണ്ടിരുന്നു. തുമാരി ആങ്ക് മേം ആൻസു ക്യോ മാ രഹേ ഹേ ബേല, നിന്റെ കണ്ണിൽ എന്താ കണ്ണുനീർ വരുന്നത് എന്ന് ബേലയോട് സാഹിൽ ചോദിക്കുകയാണ്. മുझे क्या पता, എനിക്ക് എങ്ങനെ അറിയാം? ബേലാനെ ഡബ് ഡബായി ആങ്കോം സെ ഹസ്തേ ഹുയേ കഹാ, ഡബ് ഡബായി ആങ്ക് എന്ന് പറഞ്ഞാൽ നിറ കണ്ണുകൾ, അതായത് ബേല പറയാണ് എനിക്ക് എങ്ങനെ അറിയാം? ബേല നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. സാഹിൽ की आंखें बीर बहूटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. സാഹിലിന്റെ കണ്ണുകൾ ബീർ ബഹൂട്ടിയെ പോലെ ചുവന്ന നിറത്തിലുള്ളതാവുകയും ഉന്മേ ബാരിഷ് की बूंदों सा पानी भर गया था, മഴത്തുള്ളികൾ പോലെ വെള്ളം നിറയുകയും ചെയ്തു. ബേല കഹനെ ലഗി, ബേല പറയുകയാണ് മേ ചിടാവും,
അബ് തു ബേൻ, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ. രോനി സൂരത് സാഹിൽ, രോനി സൂരത് സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് അവൾ വീണ്ടും വീണ്ടും പറഞ്ഞ് സാഹിലിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഇവിടെ ഇവർ തമ്മിലുള്ള സംഭാഷണം കഴിയുകയാണ്. അടുത്ത പാരഗ്രാഫിൽ രണ്ടുപേരും വേർപിരിഞ്ഞു പോകുന്ന ഭാഗത്തിനെ പറ്റിയാണ് കഥാകൃത്ത് വർണ്ണിക്കുന്നത്. ബാരിഷ് ആനെ മേൽ തേർഡ് മഹീന ബാഖീദ, മഴക്കാലം വരാൻ 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ യഹ് ബാരിഷോം സെ പഹലെ കി ബാരിഷ് കാ ഏക് ദിൻ താ, പക്ഷേ ഇത് മഴയ്ക്ക് മുമ്പ് മഴയുള്ള ഒരു ദിവസമായിരുന്നു. ആസ്മാൻ മേം ഘട്ടായം ഗിരീതി, ആകാശം മേഘാവൃതമായിരുന്നു, അതായത് ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞിരുന്നു. ധൂൽ ഭരി തേസ് ഹവായം ചൽ രഹി തി, പൊടി നിറഞ്ഞ ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ധൂൽ എന്ന് പറഞ്ഞാൽ പൊടി. പാനി ബരസ് രഹാദ, മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഫുലേര കസ്ബെ കി ബാദൽ ഛായി ഏക് ഗലി മേം 5 दिन से छठी में चली गई एक लड़की जा रही थी. ഫുലേര നഗരത്തിലെ മേഘം വ്യാപിച്ചു കിടന്ന, അതായത് ഫുലേര നഗരത്തിലെ മേഘാവൃതമായിരിക്കുന്ന ഒരു തെരുവിൽ 5-ൽ നിന്ന് 6-ലേക്ക് കടന്ന ഒരു പെൺകുട്ടി നടന്നു പോവുകയായിരുന്നു. ഉസ്കെ ഫൂലെ ബാൽ ബീർബഹൂട്ടിയോ കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ തെ, ഫൂലെ ബാൽ എന്ന് പറഞ്ഞാൽ തവിട്ട് നിറമുള്ള മുടി, അവളുടെ തവിട്ട് നിറമുള്ള മുടി ബീർബഹൂട്ടിയുടെ നിറമുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. दूसरी दिशा को जाती एक गली में 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था. എതിർ ദിശയിലേക്ക് പോകുന്ന ഒരു തെരുവില് 5-ൽ നിന്ന് 6-ലേക്ക് കടന്ന 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയും നടന്നു പോകുന്നുണ്ടായിരുന്നു. इसकी पिंडली में बीरबहूटी के रंग का सा 1 इंच लंबा छोट का निशान था. നിഷാൻ മീൻസ് അടയാളം, നിഷാൻ എന്ന് പറഞ്ഞാൽ അടയാളം. അവന്റെ കാലിൽ, മുട്ടുകാലിന് താഴെയായിട്ട് മഴക്കാല കീടം, അതായത് ഈ ബീർബഹൂട്ടിയുടെ നിറം പോലെ 1 ഇഞ്ച് നീളമുള്ള മുറിവിന്റെ അടയാളം ഉണ്ടായിരുന്നു. ഇവിടെ കഥാകൃത്ത് മഴക്കാലം വരുന്നതിന് മുമ്പ് മഴ പെയ്തു എന്ന് പറയുന്നത് ഈ 2 കുട്ടികൾ തമ്മിൽ വേർപിരിയുമ്പോൾ അവർക്കുണ്ടാകുന്ന സങ്കടവും അവരുടെ കണ്ണുനീരിനെയുമാണ് മഴയായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ആകാശം മേഘാവൃതമായി എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സിലുള്ള വിഷമത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ പൊടി നിറഞ്ഞ കാറ്റ് വീശുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നതും കുട്ടികളുടെ മനസ്സിലെ സംഘർഷത്തെയാണ് ഇവിടെ കഥാകൃത്ത് എടുത്തു കാണിക്കുന്നത്.